പയ്യെ നടുക്കൂടി ഇങ്ങനെ ഓവർടേക്ക് ചെയ്തോണ്ട് കണ്ടെയ്നർ. അയ്യോ പമ്പ് ഫ്യൂവൽ വണ്ടി. ഓ ട്രെയിൻ ട്രാക്ക് ഇടിച്ച് ബ്രേക്ക്. അയ്യോ ബ്ലോക്ക്. ഓ കുഴപ്പമില്ല ഞാൻ ഏറ്റവും എന്റെ ആളിയാ ബ്ലോക്ക് നോക്കണേ. ഇത് കൊമ്പൻ വേഴ്സസ് മസ്താങ്ക്. അവൻ ഒന്നൊന്നര പോകാട്ടോ. അവന്റെ ബസ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് പുറകെ പോയിട്ട് ടോൾ വെട്ടിക്കാം. ഏത് പോട്ടെ. എന്താണ് റേസ് ആണോ? വേണ്ട, അന്ത ഭയം ഇരിക്കണം. ചവിട്ടി ഗൈസ്. അപ്പോ ഇന്ന് നമ്മുടെ കൊമ്പൻ ബസ് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പോകണം. യെസ്, വണ്ടി ഇപ്പൊ MVD പറഞ്ഞിട്ട് നല്ല വെള്ള പെയിന്റ് അടിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ആ വണ്ടി ഒറിജിനൽ കൊമ്പൻ ബസ്സിന്റെ സ്റ്റൈലില് മാറ്റാൻ പോവാണ്. പെയിന്റ് അടിച്ച് ഫുൾ കുട്ടപ്പനാക്കാൻ പോവാണ്. പോയാലോ? ലെറ്റ്സ് ഗോ. അപ്പൊ ഇതാണ് നമ്മുടെ കൊമ്പൻ യോദ്ധാവ്. ഇന്ന് നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കേണ്ട വണ്ടി കേട്ടോ. നമ്മുടെ MVD പറഞ്ഞു ഫുള്ള് വെള്ള പെയിന്റ് അടിക്കാൻ വേണ്ടി. സോ വെള്ള പെയിന്റ് അടിച്ച് കോളാക്കി വെച്ചിരിക്കാൻ വേണ്ടി. പക്ഷെ നമ്മളിനെ മര്യാദക്ക് ഡീസെന്റ് ആയിട്ട് നമ്മുടെ കേരളത്തിലോട്ട് ഇറക്കാൻ പോവാണ് ഗൈസ്. ഫുള്ളി കസ്റ്റം ചെയ്ത് നമ്മുടെ ഒറിജിനൽ കൊമ്പൻ ലുക്കിൽ ഇറക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വണ്ടി റിവേഴ്സ് എടുത്ത് പയ്യെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. വെയിറ്റ്. ഒടുക്കത്തെ മഴയുടെ വണ്ടിയുടെ എഞ്ചിൻ സൗണ്ടൊക്കെ അത്യാവശ്യം കുളവാണെന്ന് തോന്നണു. നോക്കട്ടെ, വൈപ്പറൊക്കെ വർക്കാവോ? ഫുൾ അടിച്ചു പോയിരിക്കുക വണ്ടിയുടെ അകത്തുനിന്ന്. എന്തൊക്കെ സാധനം അടിച്ചു പോയിരിക്കുന്ന അറിയത്തില്ല. ഓക്കെ, വൈപ്പറൊക്കെ വർക്കാവുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പോയേക്കാം. ഇവിടെ കൂടെയൊക്കെ പോവാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഇവിടെ വണ്ടി പോകുന്നില്ലല്ലോ. അനങ്ങ വണ്ടി. എന്തായാലും ഷോപ്പിൽ കയറ്റി വണ്ടി നല്ല കുട്ടപ്പനാക്കി എടുക്കണം. പയ്യെ നമുക്ക് റിവേഴ്സ് എടുക്കാം. എനിക്ക് അങ്ങനെ തോന്നല്ലോ വണ്ടി പോകും. കൊമ്പൻ പോവാതിരിക്കത്തില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ അങ്ങോട്ട് എടുത്താലോ? ശരിയാവത്തില്ല. ഓവറായി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഒട്ടുക്കത്തെ ട്രാഫിക് ഉള്ള ദിവസം കേട്ടോ. നോക്കിയേ, ഇപ്പം നമുക്ക് റേസ് ചെയ്യാം. കാര്യം വണ്ടിയുടെ പെയിന്റ് ലേശം പോയാലും കുഴപ്പമില്ല. എവിടെയെങ്കിലും തട്ടി എന്തായാലും പെയിന്റ് അടിക്കാൻ പോവാണ്. ഏത് മോനയുടെ ഹൈറ്റൊക്കെ കുറച്ചിങ്ങനെ പൊങ്ങിയിരിക്കുന്നു. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യോട്ടെ. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടോ? അത്ര ഒന്നും വേണ്ട ആവശ്യമില്ല നമുക്ക്. ആൻഡ് ഓൾസോ ഗൈസ്, വണ്ടി റെഡിയാക്കിയിട്ട് നമുക്കൊരു കിട്ടില്ല ടോപ്പ് സ്പീഡ് ടെസ്റ്റ് ചെയ്യണം. വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എത്രയാണ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഹൈവേയിൽ ആരെങ്കിലും ആയിട്ടൊക്കെ ഏണി പിടിക്കും. ഇത് ഒയ്യോ, ഇത് കൊള്ളാടാ. ഇത് കൊള്ളാം. ഇനിയും താഴുവോ? ബാക്ക് മാത്രം താഴാതെ. ഇത് കൊള്ളാം കേട്ടോ. ഇത് മറ്റേ കുറെ ഇന്തോനേഷ്യക്കാർ വണ്ടി ഇറക്കുന്ന പോലെ ഉണ്ട്. താത്തി നിലത്ത് ഒട്ടിച്ച് മുട്ടിച്ചൊക്കെ പോണത്. ഓക്കെ, എന്താണേലും നമുക്ക് ഈ വണ്ടി നമ്മുടെ കൊമ്പൻ റീസ്റ്റോർ ചെയ്ത് പക്ക കണ്ടീഷനിലാക്കി എടുക്കണം. ലെറ്റ്സ് ഗോ. കൊമ്പൻ ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. എഞ്ചിൻ ഏത് എഞ്ചിനാണോ വെച്ചിരിക്കുന്നത്? വണ്ടി അങ്ങോട്ട് കേറുന്നില്ലല്ലോ. ഇങ്ങോട്ട് വഴിയില്ലല്ലേ? ആ കാര്യം ഞാൻ വിട്ടുപോയി. ഇങ്ങോട്ട് വഴിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സൈഡിൽ കൂടി എടുക്കാൻ നോക്കിയാലോ? പോവണ്ടി ഇല്ല, കേറുന്നില്ല ഗൈസ് വണ്ടി. ഒരു കാര്യം ചെയ്യാം, ഹൈവേയിലേക്ക് വണ്ടി എടുക്കാം. അതേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. ഇടിക്കല്. എടാ, പെയിന്റ് അടിക്കാൻ പോണ വണ്ടി. നമ്മുടെ പെയിന്റ് അടിക്കാത്ത ലുക്കും അതിലും കൊള്ളാം കേട്ടോ. ഒരിടത്ത് പിടിപ്പിക്കാതെ നമ്മൾ ഡീസൻ്റ് ആയിട്ടാണ് പോകാൻ പോകുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കും. അവൻ കൊണ്ട് നിർത്തി കേട്ടോ. പിന്നെ നമ്മൾ ഈ തൂണയിൽ ഇടിപ്പിക്കാതെ എടുക്കണ്ടേ? അതൊക്കെ അത്രേ ഉള്ളൂ. പ്രൊഫഷണൽ ഡ്രൈവർ. ഇവിടെ ലോറി ഉണ്ട്. ഇത്രയോ നീട്ടമുള്ള ലോറിയോ? അടുത്ത എപ്പിസോഡിൽ നമ്മൾ ലോറി കൊണ്ടുവരും. വിഷയം ലോറി, ഭയങ്കര നീട്ടമുള്ള കണ്ടെയ്നർ ലോറി. നമ്മളിപ്പോൾ റോഡ് പണിക്കൊക്കെ ഇറക്കുന്ന വലിയ ലോറി ഇല്ലേ, ആ സാധനം നമ്മൾ ഇറക്കാൻ പോകും. അത്ര കാര്യം. പോയേക്കാം. ഏതോ ഒരു വയനാടൻ ചുരത്തിൽ കൂടെയാണ് പോണേ. അവിടെ ചെന്നിട്ട് നമ്മുടെ ശശിയണ്ണൻ കുറച്ച് ഇല്ലീഗൽ പരിപാടിയൊക്കെ ചെയ്ത് പെയിന്റ് വെള്ളമാക്കണമെന്ന് നമ്മുടെ അടുത്ത് റൂള് പറഞ്ഞിരിക്കുക. പറ്റൂല. നമ്മൾ അടിച്ച് പക്ക നമ്മുടെ ഒറിജിനൽ കൊമ്പൻ്റെ ലുക്കാക്കാം. അതൊക്കെ അത്രൂ. ചോദ്യവും പറിച്ചിരുന്നില്ല. സൂക്ഷിച്ച്. മറക്കൊന്നൊരു പേടിയില്ലല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ബസ്സൊക്കെ സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ അവന്മാരപ്പോ മാറിക്കളയും. ഫിയർ എന്ന് പറഞ്ഞ സാധനമില്ല. ഇവിടെ വണ്ടിയുടെ സൗണ്ട് കേൾക്കാനൊരു രസമൊക്കെ ഉണ്ട്. ഈ ബോട്ടിലൊക്കെ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഈ പണ്ടത്തെ ബോട്ടൊക്കെ കയറുമ്പോ വെള്ളത്തിൽ കൂടി പോന്ന്
ഫുൾ സ്പീഡിൽ ബോട്ട് ഓടിക്കുമ്പോൾ ബോട്ടിൽ കയറിയുള്ളവർക്ക് അറിയാം ഇതേ ഒച്ചേ. സോറി, ചാത്തനേതോ എഞ്ചിനാണ് കേട്ടോ. എഞ്ചിൻ വരെ മാറ്റേണ്ടി വരും. എഞ്ചിൻ മാറ്റാനുള്ള സൗകര്യം നമ്മുടെ ശശികണ്ണൻ്റെ മെക്കാനിക് ഷോപ്പിലുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ എന്താണേലും കൊള്ളാം. സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയും സൗണ്ട് വേണം, എന്നാലും ഒരു പവർ ഉള്ളു. ഓ, ഈ സാധനം കൊണ്ടായിരുന്നു. ഇവിടെ മഴയൊക്കെ പോയല്ലോ, പിന്നെ എന്തിനാ വൈപ്പർ? ഓക്കെ, വൈപ്പർ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇവിടെ കൊള്ളാം, ലൊക്കേഷൻ കൊള്ളാം. ഏതോ ഒരു കാട് പിടിച്ച ലൊക്കേഷൻ, ഫോറസ്റ്റ് ഏരിയ എന്ന് തോന്നുന്നു. നമുക്ക് പോകേണ്ട ഒരു ടൗണിലോട്ടാണ്. ഈ കാട് ഇറങ്ങി കഴിഞ്ഞാൽ ടൗൺ എത്തും. ഓ, ഇനി അങ്ങോട്ട് ഇറക്കമാണെന്ന് തോന്നട്ടോ. ചുരം ഇറക്കാമെന്ന് തോന്നുന്നു. ട്യൂഷൻ കണ്ടൊക്കെ പോണം. അയ്യോ സോറി, എന്നോട് ക്ഷമിക്കൂ സുഹൃത്തേ. ലെറ്റ്സ് ഗോ. പയ്യെ വളച്ചാൽ നമുക്ക് നല്ലത്. ഇടിക്കില്ല. ഓ, ഈ ബസ് ഡ്രൈവേഴ്സിനൊക്കെ സമ്മതിക്കണം കേട്ടോ. അവരൊക്കെ ഈ നാക്കിനൊക്കെ എടുത്തുണ്ടാവും ചിലവന്മാരൊക്കെ. ചില സമയത്തൊക്കെ ചിലവന്മാരുടെ നെഞ്ചത്തൂർ എടുത്തുണ്ടാവും. പയ്യെ നമ്മുടെ പക്ക റിയലിസ്റ്റിക് ആയിട്ടോ നമ്മൾ ഓടിക്കുന്നത്. ഗിയറൊക്കെ ചേഞ്ച് ചെയ്ത്, കാരണം നമ്മൾ വണ്ടി റെഡിയാക്കിയിട്ടേ പറപ്പിക്കുള്ളൂ. അത് വേറെ കാര്യം. ടൗൺ ഓൾമോസ്റ്റ് എത്തിയെന്ന് തോന്നുന്നു. പക്ഷെ ഇതല്ല, നമ്മുടെ ഇവിടെ ഒരു ഷോപ്പുണ്ട്, അവിടെ കൊണ്ടുപോകണം. നമ്മൾ ഇത് ആദ്യമായിട്ടോ കൊമ്പൻ ബസ് റീസ്റ്റോർ എടുക്കണേ. നമ്മൾ KSRTC റീസ്റ്റോറേഷൻ എടുത്തിട്ടുണ്ട്. അത് പക്ക അലമ്പ് വണ്ടിയായിരുന്നു, കംപ്ലീറ്റ്ലി അടിച്ചു പോയ വണ്ടിയായിരുന്നു. ഇത് ഏത് ടൗണടേ? ഞാൻ ഏതോ ഒരു സ്വീഡനിലോ ഫ്രാൻസിലോ എവിടെ എത്തിയിട്ടുണ്ട്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ. ഇതെങ്ങനെ പോകും മച്ചാനെ? എടാ, ഇത് ഇവിടെ റോഡ് ഇങ്ങനെയായോ? ഞാൻ പോയാ മതി. ഓ, അവർക്ക് അറിയാം കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെയല്ല. നമ്മുടെ നാട്ടിലായിരുന്നു ഇവിടെ കുത്തിക്കയറ്റി രണ്ടുപേരും വെള്ളത്തിലൊക്കെ കിടന്നാനെ. അതാണ് ഇവിടെയൊക്കെ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഭാഗ്യമാണെന്ന് വരെ പറയാം. എന്ത് ഫീലാ. എങ്ങാനും ഒരു ആക്സിഡന്റ് ആക്കിയൊക്കെ തേഞ്ഞ്. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ വണ്ടി പറപ്പിച്ചാൽ ശരിയാവത്തില്ല. മോശമാണ്. നമുക്ക് വണ്ടി റെഡിയാക്കിയിട്ട് 100-110 പറപ്പിക്കും നമ്മൾ. അവിടെ വണ്ടിയുടെ സൗണ്ടൊക്കെ കംപ്ലീറ്റ്ലി പോയി കിടക്കും. എനിവേസ്, നമ്മുടെ ബസ് ഗെയിംസ് കളിക്കാൻ ഇഷ്ടം പോലെ പേര് പറഞ്ഞു. അതിലൊരു കണ്ടന്റാണ് ബസ്. നമ്മുടെ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ബസ് റീസ്റ്റോർ എടുക്കാൻ പറഞ്ഞിരുന്നു. സോ അതാണ് നമ്മുടെ കൊമ്പൻ ബസ് കൊണ്ടുവന്നത്. ഓക്കെ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, വലത്തോട്ട് പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ റൈറ്റിലോട്ട് പോവാം. ഞാൻ പോയിട്ടാണ്. ഇത് ശരിയാവും തോന്നില്ല. ഞാനൊന്നൊരു കേരള സ്റ്റൈൽ വളവ് വളക്കാൻ നോക്കിയതാ. അമ്മര് സമ്മതിച്ചില്ല. വണ്ടിക്ക് അങ്ങനെ പവറല്ല, കാലം കണ്ട് ചവിട്ടിട്ട് കേറുന്നില്ല. ഏത് ബസ്സടേ? ഒരു ടർബോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആടിച്ചങ്ങോട്ട് കൈ കൊടുക്കരുത്. കുഴപ്പമില്ല, സീനില്ല, ശരിയാക്കാം. നൈസിന് ഒരു ഓവർടേക്ക് എടുക്കാം. ഇതാണ് പറ്റിയ ചാൻസ്. കാരണം ലെഫ്റ്റിലോട്ട് എടുക്കല്ലേ, ലെഫ്റ്റിലോട്ട് എടുക്കല്ലേ. ഇത് ലോറി. നമ്മുടെ വണ്ടിക്ക് സ്പീഡില്ലാത്തതുകൊണ്ട് സൂക്ഷിക്കണം. നാട്ടിലെ പ്രൈവറ്റ് പമ്പാണെന്ന് തോന്നട്ടോ. പമ്പാണ്. ഒയ്യോ, ബ്രേക്ക്. അങ്ങോട്ട് വഴിയില്ല മച്ചാനെ. നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ എത്തിയ സ്ഥലത്ത് കേട്ടോ. നമ്മുടെ ശശിയണ്ണൻ്റെ മെക്കാനിക് ഷോപ്പ് ഏതൊരു കാട്ടിലാണ്. ഈ കാട്ടിൽ നിന്ന് നമ്മൾ വേറൊരു കാട്ടിലോട്ട്. ഓനടിച്ചാലൊന്നും മാറത്തില്ല കേട്ടോ. ഈ രാജ്യത്തെ ആൾക്കാർ ഇങ്ങനെ മാറാ. വണ്ടിക്ക് സ്പീഡും ഇല്ലല്ലോ ഓവർടേക്കാൻ. ഓയ്യോ, ട്രക്ക് ഇടിച്ചില്ല. അതൊക്കെ അത്രേ ഉള്ളില്ലോ. അതൊക്കെ അത്രേ ഉള്ളു.
നമ്മൾ ആക്സിഡന്റ് ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കത്തില്ല. ഇടക്കിടക്ക് നമ്മളിങ്ങനെ കാണിക്കാറുണ്ട് ഒഴിവ് സമയങ്ങളിൽ കൊമ്പൻ ബസ്സിന്റെ ഡ്രൈവർമാർ ഇങ്ങനെയാണ്. നല്ലൊരു ത്രില്ലുണ്ട്. വളയട്ടെ വളയട്ടെ. ടൗൺ എത്തിയോ? നമ്മുടെ ലൊക്കേഷൻ എത്തിയോ? ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്, മാപ്പിൽ കാണിക്കുന്നില്ല. അതൊരു ഒന്നൊന്ന വളവായിരുന്നു കേട്ടോ. ഇവിടെ റോഡ് പണി എന്താ നടക്കണ്ടേ? പക്ഷെ അത് നമുക്ക് കൊമ്പൻ ബസ്സിന് അതൊരു പ്രശ്നമല്ല. ഇതിന്റെ അകത്തൂടെയൊക്കെ നമ്മൾ ചാടിച്ചെടുക്കും. അതൊക്കെ അത്ര ഉള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ബസ്സിന് വൈറ്റ് അടിക്കുന്ന റൂളൊന്നും ഇല്ലാന്ന് തോന്നല്ലേ. കുറെ ബസ്സൊക്കെ കളർ അടിച്ചെടുക്കണം. അതൊക്കെ മാറിയോ? ആർക്കറിയാം. ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ജനറൽ നോളജ് ഉള്ളവർ പറ. നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കും ആ നോളജ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. പയ്യെ നടുക്കൂടി ഇങ്ങനെ ഓവർടേക്ക് ചെയ്തോണ്ട് കണ്ടെയ്നർ. ഓയോ പമ്പ് ഫ്യൂവൽ ഫ്യൂവൽ വണ്ടി. ഓ ട്രെയിൻ ട്രാക്ക് ഇടിച്ച് ബ്രേക്ക് ബ്രേക്ക് ബ്രേക്ക്. അയ്യോ ട്രെയിൻ വരുന്നു. എടാ ഞാൻ ഇതിപ്പോഴാ കാണുന്നേ. ഇപ്പൊ ട്രെയിൻ ഇടിച്ച് കത്താരെ. ഇനി പയ്യെ അങ്ങോട്ട് പൊക്കിക്കേ. ഉണ്ണിയേട്ടൻ ആദ്യം പോണം. ആ ഓക്കെ, അപ്പ ശരി. മുമ്പ പോയിട്ട് പോയാ മതി കേട്ടാ. അതൊക്കെ അത്രേ ഉള്ളൂ. ഇവിടെ ഇങ്ങനത്തെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെന്ത്? അല്ല പിന്നെ വേറെയില്ലേ? എന്റെ 25 years ഓഫ് എക്സ്പീരിയൻസ് ഓഫ് ബസ് ഡ്രൈവിംഗിന് അവൻ കളയാക്കുന്നു. ഇത് ധൈര്യം ഉണ്ടെങ്കിൽ കേരളത്തിലോട്ട് വാടാ. കേരളത്തിലത് ഇങ്ങനെ, നമ്മളൊക്കെ ഇങ്ങനെയാണൊക്കെ. പുറത്തെ രാജ്യത്ത് എന്ത് ചെറുതായിട്ട് നമ്മൾ മിസ്റ്റേക്ക് കാണിച്ചാലും പണി ആടിയാവും. മൂട്ട മാടിയൊന്നുമില്ല. നേരെ എന്താ റൂട്ട്? വേറെ റൂട്ട് റൈറ്റ് സൈഡിലോട്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ചെറിയൊരു എസ് വളവ്. അതെന്താ പാർക്ക് റോഡാ? നമ്മൾ ആദ്യമായിട്ട് വന്നുകൊണ്ടൊരു എക്സ്പ്ലോറേഷൻ്റെ ഒരു ആണ്. ഈ ബസ് ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് എടുക്കും. ഇടിക്കൂ. അതൊക്കെ ഡ്രൈവിംഗ് സ്പേസ്. ഇനി അവിടെ ചെല്ലുമ്പോൾ മറ്റേ റോഡ് ഉണ്ടാവത്തില്ല കേട്ടോ. അതൊക്കെ അത്ര. ഇത് പാർക്കിംഗ് സ്പേസ് എന്തോ കേട്ടോ. വണ്ടിക്ക് പാർക്ക് ചെയ്തിട്ട് നമുക്ക്. ഓ പാർക്കിങ്ങിലോട്ടാ. പുറത്തെ പാർക്കിങ്ങിലോട്ടൊക്കെ ഉണ്ടാ. എന്ത് ഭംഗിയായിട്ട് അവര് ശരി. ആ കൊള്ളാം. സോറി ശക്തിമാൻ, എന്റെ വണ്ടിക്ക് ആരുടെ പെയിന്റ് പോയതാ, അതുകൊണ്ടാണ് എടുത്തത്. പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീസന്റ് ആയിരിക്കും. ഇതുപോലത്തെ ഒരു വണ്ടി കൊണ്ടുവന്നല്ലോ. ഞാൻ ആലോചിക്കുക, യൂറോ ട്രക്കിൽ അതുപോലത്തെ വലിയ JCB കൊണ്ടുവന്ന ട്രക്ക് നമുക്ക് സെറ്റാക്കാം കേട്ടോ. ഓ ക്ലൈമറ്റ് നോക്കിക്കേ. 40 ക്ലൈമറ്റ്, പറപ്പിക്കാൻ പറ്റിയ ക്ലൈമറ്റ്. നമുക്ക് വണ്ടി റെഡി ആക്കിയിട്ട് പറപ്പിക്കാം. ആൻഡ് ഓൾസോ ഗൈസ്, വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും ചെയ്യാത്തവരാണെങ്കിലും ചെയ്തിട്ടാണ് കേട്ടോ. വലിയ ഉപകാരം. Come on, bro. Where is this location? എവിടെയാണ് ഇത്? അടിപൊളി ലൊക്കേഷൻ. ഞാൻ ഈ ലൊക്കേഷൻ കൂടി വണ്ടി ഓടിച്ചിട്ടില്ല. അതിനകത്ത് ക്ലൈമറ്റ് ഒക്കെ അടിപൊളി. ഇന്റീരിയർ വീട്ട് ഓടിക്കാം അല്ലേ? കുറെ ആൾക്കാർ പറഞ്ഞ് ഇന്റീരിയർ വീട്ട് ഓടിക്കാം. അവർക്ക് വേണ്ടി നമ്മൾ ഇന്റീരിയർ. ഏത്? അയ്യോ, 6 ഇന്റീരിയർ വീട്ട് ഓടിക്കാൻ പറഞ്ഞ. 6 ഇന്റീരിയർ വീട്ട് ഓടിക്കാൻ പറഞ്ഞ. ഇത്ര അവസ്ഥ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് വല്ലാത്തൊരവസ്ഥയായി. വീണ്ടും പാർക്കിംഗ് ലോട്ടിലോട്ട് വണ്ടിക്ക് സ്കിഡ് ആവുന്നുണ്ട്.
ഞാൻ ഇവിടെ വണ്ടി ഇതുമാർക്കൊരു കണ്ണിച്ചോര് ഇതൊക്കെ പോയിട്ട് പോകും. നാട്ടിലെങ്ങാനാണോ ഞാൻ വണ്ടി വട്ടയിട്ട് കുത്തിയെടുത്തേ. എല്ലാവരും വിറയും. ഈ പോലീസുകാരൻ പയ്യെ പോയാൽ അതാണ് ഇടിച്ചില്ല. അവര് നാക്കിന് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇടിക്കൂല. ചെറുതായിട്ട് ഒരേ തോടും. അതൊക്കെ അവൻ ആലോചിക്കണായിരുന്നു. കൊമ്പനോടാവൻ കളിക്കുന്നത്. എല്ലാവരും വിറയും. നമ്മുടെ കോ ഡ്രൈവർ ശശിയണ്ണൻ ലീവിലാണ്. അല്ലെങ്കിൽ ഇന്ന് കോ ഡ്രൈവർ ശശിയണ്ണൻ വന്നേനെ. 2 ചളിയൊക്കെ കേട്ട് നമുക്ക് പോവായിരുന്നു. സാരമില്ല. ഓ ക്ലൈമറ്റ് നോക്കിയേ. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സ്കൈ. ഓ അടിപൊളി. നമ്മുടെ ടൗൺ എത്താറായിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് നമ്മുടെ ഇതുള്ളത്? മാപ്പിൽ ഒന്നുകൂടി ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. സ്പോർട്സ് കാർ ആ വീട്ടിൽ മസ്താങ്ങുണ്ട്. എനിക്കിവിടെ അങ്ങോട്ട് പയ്യെ ചവിട്ടിയിട്ട് മാപ്പ് ചെക്ക് ചെയ്യാം. ഗൈസ്, തൊട്ടടുത്ത് നമ്മുടെ ഒരു കിട്ടിലെ സർവീസ് സ്റ്റേഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എങ്ങോട്ടാണ് പോകുന്നത്. അണ്ടർഗ്രൗണ്ട് കാണിക്കുന്നത്. എനിക്കിന്ന് ഇങ്ങനെ എടേ ഇതിന്റെ അടിയിൽ കൂടി കണ്ടോ? ഇതിന്റെ അടിയിൽ കൂടി ഹൈവേ ഇറങ്ങണം. ഓക്കെ. ഓ ഇവിടെ റെഡി ആക്കിയിട്ട് നമുക്ക് ഈ ഹൈവേയിൽ റേസ് ചെയ്യാം കേട്ടോ. സൈഡൊന്നും തരുമെന്ന് തോന്നുന്നില്ല. മരൊക്കെ വെറും കണ്ണീച്ചോരല്ല തോന്നുന്നു. നൈസിന് അങ്ങനെ എടുക്കണം. ബ്രേക്കൊക്കെ ഉണ്ട്, അടിപൊളി ബ്രേക്കാണ്. ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് കുറച്ച് സ്പീഡാക്കാറുണ്ട് എനിക്ക് കുറച്ച്. ഓ ഇവിടെ പാസ് എടുക്കണോ? ചേടാ പാസ് എടുത്താലേ പോകാൻ പറ്റുള്ളൂ. പൈസ പോണ വഴി ചാടിക്കുക. പാസ് ടോള് ചാടിക്കാൻ പറ്റും. നോക്കട്ടെ, നിർത്താതെ പോവാം ടോളില്. ചവിട്ടിക്കോ ചവിട്ടിക്കോ, വെച്ച് പിടിച്ചോ വെച്ച് പിടിച്ചോ വെച്ച് പിടിച്ചോ. ഒയ്യോ, ടോള് വെട്ടിക്കാൻ നോക്കിയതാ. ഞഞ്ഞായി ഈ തെണ്ടി ബ്രേക്ക് ഇട്ട്. ബ്ലഡി ഫൂൾ. അവൻ എന്ത് കണ്ണിച്ചൊരു. ഇതുപോലത്തെ ബസ്സുകൾ ഹൈവേയിൽ കാണും. നമുക്ക് നൈസിന് റേസ് ചെയ്യാം. ശശിയണ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ശശിയണ്ണൻ്റെ ജയ്ഗുരുവായിട്ട് റേസ് ചെയ്യായിരുന്നു. ഗൈസ്, കൊമ്പൻ വിസ് ജയ്ഗുരു വിസ് വണ്ടേഴ്സ്. ആർക്കാണ് ഫാൻസ് കൂടുതൽ? നിങ്ങൾ കമന്റ് ചെയ്തു. ഒയ്യോ, ബ്ലോക്ക് 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 ബ്ലോക്ക്. ഓ കുഴപ്പമില്ല കുഴപ്പമില്ല, ഞാനേറ്റ് ഞാനിട്ട്. എൻ്റെ ആളിയാ ബ്ലോക്ക് നോക്കണേ. അതൊക്കെ നമുക്കൊരു വിഷയമില്ല. ഏതെങ്കിലും ഒരു ഓട്ടോക്കാരനെ കയറുണ്ടായി. ഇവിടെ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ്. നമ്മുടെ സർവീസ് സ്റ്റേഷൻ എത്താറായിട്ടോ. പ്രകാശിന്റെ വണ്ടി. ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടി എത്തിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ലൊക്കേഷൻ എത്തും. ഇന്റീരിയർ വ്യൂ. ഇവിടെ ഇന്റീരിയർ വ്യൂ ഗൈസ് പറപ്പിക്കാം. പാട്ട് തീർന്നോ? ഇവിടെ അടിപൊളി ബീറ്റൊക്കെ ഉള്ള പാട്ട്. അടിപൊളി മ്യൂസിക്. വിഷയ സാധനം. ഇവിടെ ഇതുണ്ടായിരുന്ന ഈ പാട്ട് വണ്ടിക്കകത്ത്. ഓപ്പറേറ്റീവ് എല്ലാം കിട്ടുമോ ഇതിന്? തമ്പുരാനറിയാം. മാറി നിക്കടാ. അവന്റെ ഒരു വടി. അയ്യോ, ടോൾ ബൂത്ത് ടോൾ ബൂത്ത് ടോൾ ടോൾ ബൂത്ത്. പോട്ടെ പോട്ടെ, പോലീസ് പോലീസ്. ടോള് വിട്ടിച്ച് ടോള് വിട്ടിച്ച് ടോള് വിട്ടിച്ച്. അതൊക്കെ അത്രേ ഉള്ളൂ. ടോളൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് പറ്റി. എത്തിയില്ലടാ. ഇവിടെ ലൊക്കേഷൻ ഒന്നുകൂടി നോക്കണമല്ലോ. എത്താനുള്ള സമയം കഴിഞ്ഞു കേട്ടോ.
ഞാൻ ഇനി മാറിപ്പോയോ? ഒരു റൈറ്റ് വളവും ഇതിനകത്ത് കാണിക്കുന്ന പോലെയല്ല. നമ്മളൊരു ചെറിയൊരു ദൂരം വിചാരിക്കും, പക്ഷെ ഓടിച്ചു വരുമ്പോൾ കുറെ ഉണ്ടാവും. പക്ഷെ ഇന്ന് ട്രാഫിക് കുറവാട്ടോ. നമുക്കൊരു കോമ്പറ്റീഷൻ ഇല്ല ഇന്ന്. നമ്മൾ ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ റീസ്റ്റോറേഷൻ ആയിപ്പല്ലോ. നമുക്കൊരു മേ ബി നമ്മുടെ വണ്ടി റെഡി ആയി കഴിയുമ്പോൾ ഗൈസ് നമുക്ക് ഉണ്ടാവും ഗൈസ്. പാട്ടിടാൻ പറ്റത്തില്ല, ഹോണെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതെങ്കിലും ഇപ്പോൾ ഓപ്ഷൻ ഉണ്ട്. തൽക്കാലം ദീപനുമായിട്ട് റേസ് ചെയ്യാം. ആ ലോറിക്കാരനുമായിട്ട് റേസ് ചെയ്യാൻ ചോദിച്ചപ്പോ അവന്റെ വണ്ടി അങ്ങനെ ഇടിച്ച് നമ്മള് പെട്ടിയിലാവും. ഓക്കേ, ലോറിക്കാരൻ സൈഡ് വരുമോ? മിസ്റ്റർ, എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? അവന്റെ ഒരു കണ്ടെയ്നർ എന്ന് അവനിപ്പോ എന്റെ അടുത്ത് ചോദിക്കും. ആ പോട്ടെ, ഞാൻ പോയാ മതി. അതൊക്കെ അത്രേ ഉള്ളു. അല്ല പിന്നെ ഏത് രാജ്യമാണെങ്കിലും മലയാളം എടുത്ത് അവന്റെ കളി. ഓപ്പറേറ്റ് കിട്ടില്ലെങ്കിൽ എന്തോ ഭാഗ്യമെന്ന് വിചാരിക്കാം. ലെറ്റ്സ് ഗോ. ഓ വിഷയം എത്തി. ലൊക്കേഷൻ എത്തി. അതിന്റെ അകത്തെന്തോ ആയിരുന്നു. ഇതെങ്ങനെ കേറും? പണി പാളയല്ലോ. അത് ഫയർ എഞ്ചിനൊക്കെ വരുന്നു. എന്നാ സോറി, എനിക്ക് ചെറുതായിട്ട് വോളി വിടാൻ അങ്ങോട്ട് പോലെ വിടാം. ഇതൊക്കെ എന്ത്? അവിടെ ചെന്നിട്ട് പറയും അവന്മാര് അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ്. അതൊക്കെ അത്രേ ഉള്ളൂ. പൂക്കാലം വന്നു പൂക്കാലം. മസ്താങ്ക്. ഈ ഗെയിമിനകത്ത് മസ്താങ്ക് BMW ഒക്കെ ഉണ്ട് കേട്ടോ, കാറായിട്ടൊക്കെ. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ശശിയണന്റെ മെക്കാനിക് ഷോപ്പ്. ഇവിടെയാണ് നമ്മുടെ വണ്ടി റെഡിയാക്കുന്നത്. കൊമ്പൻ ബസ് ഇട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കൊമ്പൻ ബസ്. പണിക്ക് കയറ്റിയ കൊമ്പൻ ബസ്. എങ്ങനെയുണ്ട്? വേറെ പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ തേജിരിക്കും, അതുകൊണ്ട് ഇത് മതി. ആക്സസറീസ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ലൈലാൻഡ് ടോപ്പ് കളർ, അത് ലൈറ്റൊക്കെ അത് മതി. ബാക്കിയെല്ലാം പക്കയാണ്. ജിങ്കിൾ AC ഒന്ന് സാധനം പ്രകാശിൻ്റെ AC മതി. പ്രകാശിൻ്റെ വണ്ടിയല്ലേ. ഡിസ്കോ ലൈറ്റൊക്കെ ഉണ്ട്. ഡിസ്കോ ലൈറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്കോ ലൈറ്റ് പിള്ളേർക്ക് തുള്ളാൻ വേണ്ടി. എന്ത് കണ്ടി? ചൈനീസ് ബാക്ക്, വിങ് ലൈറ്റ്, എല്ലാ കിണ്ടിയുണ്ട്. അത് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. വിൻഡോ ലൈറ്റ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. വിൻഡോ ലൈറ്റ് വേണം. പിള്ളേരൊക്കെ വിൻഡോ എടുത്ത് ചാടണം. ബ്ലൂ ലൈറ്റ്, റെഡ് ലൈറ്റ് വരെ. അതൊക്കെ അത്രേ ഉള്ളൂ. എക്സ്റ്റീരിയർ ലൈറ്റ്സ് അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനു നടക്കുവാണ് ഞാൻ? ഡോർ ഓപ്പൺ ചെയ്ത ഡോറ് പണി. ഡോർ ഓപ്പൺ ചെയ്തിട്ടകത്ത് ക്ലോസ് ഇട്ടിരിക്കാൻ. അത് കൊള്ളാം. കൺഫേം മോഡ്. ലെറ്റ്സ് ഗോ. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മുടെ കൊമ്പൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഹൈവേ റേസിനുള്ള സമയമാണ് ഗൈസ്. വണ്ടി അങ്ങോട്ട് അനങ്ങത്തില്ല. ഈ വണ്ടിയുടെ എഞ്ചിൻ മാത്രം പണിതില്ല. വണ്ടി ഒന്നും വരുന്നില്ലല്ലോ. വണ്ടി വരുന്നുണ്ടെങ്കിലും വിഷയമില്ല. അതൊക്കെ അത്രേ ഉള്ളൂ. ഗിയർ ചേഞ്ച്. ഓക്കെ, ഇനി അങ്ങോട്ട് 100 110. കാരണം അതിൽ കൂടുതൽ പോകത്തില്ല വണ്ടി. ഞാൻ നോക്കിയിട്ടുണ്ട്. സ്പീഡ് കൂട്ടന്മാരെ സമ്മതിക്കത്തില്ല. ഇല്ലീഗൽ ഓഫ് റോഡിങ്, ഇല്ലീഗൽ ഡ്രൈവിംഗ്, അതൊക്കെ അത്രേ ഉള്ളൂ. പയ്യെ അങ്ങോട്ട് പോയാൽ മതി. അതൊക്കെ അത്രേ ഉള്ളൂ. ഇത് കൊമ്പൻ വേഴ്സസ് മസ്താങ്ക്. അവൻ 1.5 പോകാട്ടോ. അത്രക്കായോ? അവൻ നമുക്ക് ചേസ് ചെയ്യാം. ഇവിടെ ചേസ് ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ, ഒടുക്കത്തെ പോക്കടാ മസ്താങ്ക്. എന്താണ്ടാ അത്?
അവനെ പിടിക്കണം. ഒരു പിടിക്കണം കൂടി പറയുമ്പോ വീട്ടിലെത്തും. പിടിക്കണം. കാണുന്നില്ല. പിടിക്കണം. പിടിക്കണ്ട. വേറെ ഓപ്ഷൻ ഇല്ല. അയ്യോ സോറി മച്ചനാ, നമുക്ക് ഇങ്ങോട്ടാ പോണ്ടേ. ഇങ്ങനെ കറക്കിയാണ് പോണ്ടേ. കുക്കാലം വന്നു, കുക്കാലം. അതൊക്കെയാണ് ഡ്രൈവിങ്. ഇനി കുറച്ച് ചുരം റോഡൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇട്ട് നമുക്ക് എസ് വളവിൽ കുറച്ച് അഭ്യാസങ്ങൾ കാണിക്കാം. അതൊക്കെ അത്ര ഉള്ളത്. ഇവിടെ ആരോ ആക്സിഡന്റ് ഉണ്ടാക്കി. വിഷയമില്ല, ഞാൻ ഏറ്റു. വിഷയമില്ല, നോ പ്രോബ്ലം. ഓ വീണ്ടും ടോൾ. ഇതിന് മാത്രം ടോളല്ല സ്ഥലവും. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഞാൻ മൊത്തോട്ടോ. വീണ്ടും ടോൾ വെട്ടിക്കാൻ പോട്ടോ. നൈസിന് ടോൾ വെട്ടിക്കാം. അവൻ്റെ ബസ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് പുറകെ പോയിട്ട് ടോൾ വെട്ടിക്കാം. ഏത് പോട്ടെ 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 പോട്ടെ. അതൊക്കെ അത്രേ ഉള്ളൂ. മാരെ ഇവിടെ അവിടെ പൈസ കൊടുക്കില്ലേ? ഇവിടെ പൈസ കൊടുക്കുന്ന ഒരു അർത്ഥമാണ് കേട്ടോ. റോഡൊക്കെ കണ്ടില്ലേ? ഈ റോഡ് റെഡിയാക്കാൻ വെറുതെ നമ്മൾ ടിപ്പ് കൊടുത്തു. ഇമ്മാതിരി അടിപൊളി റോഡ്. നമ്മുടെ നാട്ടിലെ കാര്യം പറഞ്ഞു. കഞ്ഞി റോഡ്. എന്താണ് റേസാണോ? വേണ്ട. ഓ വേണ്ട. അതൊക്കെ അത്രേ ഉള്ളൂ. പേടി വേണം. അന്ത ഭയം ഇരിക്കണം. അവൻ ചവിട്ടി നിക്കടാ. അവിടെ ചവിട്ടുന്നില്ലടാ. എടാ വണ്ടി കയറുന്നില്ല. അവൻ കയറിപ്പോയി. എടാ ഞാൻ ചുമ്മാ പറഞ്ഞ വണ്ടി. അവൻ ഏതോ ഒരു ഗിയറിൽ നല്ല ആക്സിലറേഷൻ ഉണ്ട്. നമുക്ക് കയറുന്നില്ല വണ്ടി. റേസ് അതൊക്കെ അത്രേ ഉള്ളൂ. കൊമ്പൻ വേഴ്സസ് വോൾവോ. കേറ് 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 കേറ്. ഈസി, നിസ്സാരം. അതൊക്കെ അത്രേ ഉള്ളൂ. ബൈ ബ്രോ. ഗിയർ മാറ്റിപ്പോ വണ്ടി അങ്ങോട്ട് കയറി പോയിടോ. 100-110 ഞാൻ പറഞ്ഞല്ലോ. 114 വരെ കയറി. ഓ അതിനപ്പുറം കയറണമെങ്കിൽ വണ്ടി കുറച്ച് പാടാം. കുറച്ചങ്ങാനും എടുത്ത് നമുക്ക് അതിൻ്റെ അവിടെ കുറച്ച് നമുക്കൊരു ചെറിയ റൂട്ടുണ്ട്, ചുരം റൂട്ടുണ്ട്. അതിനിടെ കൂടി 2 അഭ്യാസം കാണിച്ചിട്ട് നമുക്ക് വേണ്ടി. ഇനി ബ്രേക്കിൽ നമ്മൾ കാല് കിട്ടില്ല. സൈഡ് സൈഡ് സൈഡ്. അതൊക്കെ അത്രേ ഉള്ളൂ. KSRTC കൂടെ വേണമായിരുന്നു. ഇപ്പൊ എഞ്ചിൻ സൗണ്ട് അടിപൊളിയാ കേട്ടോ. ഹൈവേ ക്രൂസിന് പക്ക സൗണ്ടാ. നമുക്ക് റേസിനെ പറ്റിയൊരു മലയാളിയിൽ കിട്ടും. എന്നാലും ആ ഒരു ഫീൽ കിട്ടും. എന്നാലൊരു അവൻ റൈസാ. അവൻ ഉറപ്പാ റൈസാ. അയ്യോ ഏതൊരുത്തരാളാ. ഏതോ ഒരു കണാപ്പം വന്ന് വണ്ടിയെ തട്ടി. മര്യാദക്ക് പോയിക്കൊണ്ടിരുന്ന വണ്ടിയാ. അവനാണെങ്കിൽ അവൻ മുങ്ങി. ഇനി അവനവിടെ പിടിക്കാനാ. അനിയാ നില്ല അനിയാ. ഒരു രക്ഷയില്ല ഗൈസ്. അവൻ പോയി. പിടിക്കാം, ശ്രമിക്കാം. ഈ വണ്ടി ആക്സിലേഷൻ കുറവാ. 0 to 100 ഉണ്ടെങ്കിൽ നമുക്ക് വേറെ വിഷയമില്ല. ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡിൽ ഏത് വണ്ടിയായിട്ട് റേസ് ചെയ്യണം നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. കൊമ്പൻ വേഴ്സസ് ജയഗുരു 1S. വേറെ ഏതാ വണ്ടി? എനിക്ക് ഈ 3 വണ്ടികളെ പറ്റിയ വലിയ ധാരണയുള്ളൂ. ദേ പോണം. ഇവനാണ് നമ്മൾ ഇടിച്ചത്. ഇതൊക്കെ നമ്മുടെ ആദ്യത്തെ പ്രൈവറ്റ് ബസ്. പിന്നെ ദേ അടുത്തവൻ.
കണ്ടെയ്നർ എങ്കിൽ കണ്ടെയ്നർ. ഇവനുമായിട്ട് അധികം ഇത് വേണ്ട, കാര്യം കൂട്ടിത്തരും. ലെറ്റ്സ് ഗോ. അവൻ റേസിന് വരുവാണോ? അവൻ കേറോ? ഏതൊരു സ്വിഫ്റ്റുകാരനാണെന്ന് തോന്നുന്നു. സമ്മതിക്കില്ല. സൈഡ് കൊടുക്കണ്ടവര്, അതൊക്കെ അത്ര ഉള്ളു. റെഡ് കൂടെ നോക്കണം, ഇല്ലേലും ശരിയാവത്തില്ല. മറ്റേ വണ്ടിക്കാരൻ വന്നേ. അവർ ഓവർടേക്ക് ചെയ്തടാ. പോയടാ. ഇനി നീ എങ്ങനെ? സ്വിഫ്റ്റ് അല്ലേ ഇത്? വൺ റേസ് ആവട്ടെ അവൻ. അത്രക്കായോ? ഫ്രണ്ട് കണ്ട സ്വിഫ്റ്റ് ആണെന്നേ പറയുള്ളൂ. ഇടിക്കരുത്. ഓ, സൈഡ് കൊടുത്താ കാറുകാരന് സൈഡ് കൊടുത്താ. അത് നൈസ്, ഡീസന്റ്. ഞാൻ സൈഡ് തരൂല, എന്റെ അടുത്ത് സൈഡ് ചോദിക്കണ്ട. അല്ലാവിന് മേ മലയാളി ഹും ഹേ. ഏതാ ലുക്ക്? ഓക്കെ, നമ്മളേതോ കേരള തനിമയില്ല സ്വിറ്റ്സർലാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഏകദേശം. ഇന്നത്തെ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് വണ്ടി കയറ്റാൻ പറ്റുമോ അറിയത്തില്ല കേട്ടോ. അവർ സമ്മതിച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് കയറ്റാം. പ്ലീസ് കാലൊടിക്കാം. വണ്ടി തുറക്കും. വെയിറ്റ് തുറക്കും. പ്ലീസ്. ഇവിടെ കുറെ വണ്ടി JCB കിടക്കുന്നടാ. അടുത്ത എപ്പിസോഡിൽ JCB പോലീസുകാർ. നമുക്ക് ഇവിടെ നിർത്താം. ഗേറ്റ് തുറക്കാൻ വരെ നമുക്ക് വെയിറ്റ് ചെയ്യും. വണ്ടി പോകുന്നില്ല കേട്ടോ. ഓക്കെ, നൈസിൽ നമുക്ക് ഈ കാട്ടിലോട്ട് കയറാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ റൂട്ട് അടിപൊളി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൊമ്പൻ ജയഗുരു അല്ലെങ്കിൽ കൊമ്പൻ, നിങ്ങൾ പറയുന്ന പോലെ ഈ റൂട്ടിൽ നമുക്ക് ബസ് റേസ് ഉണ്ടാവും. ഓക്കെ, തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. വീഡിയോ അവസാനം വരെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.